ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്ലാസ് 9 കെമിസ്ട്രി ചാപ്റ്റർ 9 ആറ്റോമിക് ഫൗണ്ടേഷൻ ഓഫ് മാറ്റർ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ചാപ്റ്റർ 9 ആറ്റോമിക് ഫൗണ്ടേഷൻ ഓഫ് മാറ്റർ. കഴിഞ്ഞ ചാപ്റ്ററിൽ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും കൂടാതെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസായ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇവയുടെ ഡിസ്കവറി, അവയുടെ ലൊക്കേഷൻ, 3 മോഡൽസ്, വാലൻസ് ഷെല്ല്, ഒക്റ്ററ്റ് ഇവയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഒക്റ്ററ്റ് പൂർത്തിയായ ആറ്റങ്ങൾ സ്റ്റേബിൾ ആണെന്നും സ്റ്റെബിലിറ്റി നേടാൻ ആറ്റങ്ങൾക്ക് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുവാനോ സ്വീകരിക്കുവാനോ ഷെയർ ചെയ്യുവാനോ കഴിയുമെന്നും നമ്മൾ മനസ്സിലാക്കി. ആറ്റത്തിൻ്റെ കൺസെപ്റ്റ് കൂടുതൽ മനസ്സിലാക്കാൻ അന്റോണി ലവോസിയറും ജോസഫ് എൽ പ്രൗസ്റ്റും ഒത്തിരി എക്സ്പെരിമെൻറ്റ്സും റിയാക്ഷൻസും നടത്തിയതിനു ശേഷം ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ പ്രൊപ്പോസ് ചെയ്തു. 2 നിയമങ്ങളാണ് ഇതിലുള്ളത്: ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. ആദ്യം നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നോക്കാം. നമുക്കറിയാം, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോഡക്റ്റും ഉണ്ട്. റിയാക്റ്റൻ്റ് ലെഫ്റ്റ് സൈഡിലും പ്രോഡക്റ്റ് റൈറ്റ് സൈഡിലും എഴുതുന്നു. റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ഷന് മുമ്പുള്ള പദാർത്ഥങ്ങളും റിയാക്ഷന് ശേഷം കിട്ടുന്ന പ്രോഡക്റ്റിനും ഒരേ മാസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ നമുക്കറിയാം സ്വയം കത്തുന്ന ഒരു വാതകമാണ്. ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്. ഇവ ചേർന്നുണ്ടാകുന്ന വാട്ടർ ഫയർ കെടുത്താൻ സഹായിക്കുന്നു. ഇവിടെ ഇലമെൻറ്റ്സ് കൂടിച്ചേർന്ന് പുതിയ ഒരു കോമ്പൗണ്ട് ഉണ്ടായപ്പോൾ ഗുണങ്ങൾ മാറിയാലും മാസിന് മാറ്റമില്ല. അതായത് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസ് എത്രയാണോ അത്ര തന്നെയായിരിക്കും വെള്ളത്തിൻ്റെയും മാസ് എന്ന് പറയുന്നത്. അനദർ എക്സാമ്പിൾ, കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ റിയാക്റ്റൻ്റ് കാർബണും ഓക്സിജനും ആണ്. ഇനി ഇവ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. സപ്പോസ് കാർബണിൻ്റെ മാസ് എക്സ് എന്നും ഓക്സിജൻ്റെ മാസ് വൈ എന്നും എടുക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റായ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് നോക്കിയാലും എക്സ് പ്ലസ് വൈ ആയിരിക്കും, ദാറ്റ് ഈസ് എക്സ് വൈ. ഇവിടെ മാസ് ചേഞ്ച് ആവുന്നില്ല. ഇനി നമുക്ക് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചിൽ മാസിന് മാറ്റമുണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫിസിക്കൽ ചേഞ്ചിൽ മാസിന് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ക്ലീൻ ആയതും ഡ്രൈ ആയതുമായ ഒരു 100 ml ബീക്കർ ഡിജിറ്റൽ വെയിങ് ബാലൻസിന് മുകളിൽ വയ്ക്കുക. വെയിങ് ബാലൻസിലെ റീഡിങ് 0 ആക്കുക. ബീക്കറിൽ 50 ml വാട്ടർ ഒഴിക്കുക. ഇനി ബീക്കറിലെ വെള്ളത്തിൽ 1 സ്പൂൺ സോൾട്ട് ചേർക്കുക. റീഡിങ് റെക്കോർഡ് ചെയ്യുക. ഇനി നമ്മൾ ആഡ് ചെയ്ത ഉപ്പ് പൂർണ്ണമായി അലിയുന്നത് വരെ ഇളക്കുക. വീണ്ടും റീഡിങ് റെക്കോർഡ് ചെയ്യുക. സോൾട്ട് വെള്ളത്തിൽ അലിഞ്ഞ് ചേരുന്നതിന് മുമ്പ് റീഡിങ് നോക്കുമ്പോഴും ഉപ്പ് നന്നായി അലിഞ്ഞ ഒരു സോൾട്ട് സൊല്യൂഷൻ ആയതിനു ശേഷം നോക്കുമ്പോഴും അതിൻ്റെ ടോട്ടൽ മാസ് തുല്യമായിരിക്കും. അതായത് വെള്ളത്തിൻ്റെ മാസ് പ്ലസ് ഉപ്പിൻ്റെ മാസ് സോൾട്ട് സൊല്യൂഷൻ്റെ മാസിന് ഈക്വലായി ഇരിക്കും. അനദർ എക്സാമ്പിളാണ്, ഒരു വലിയ കടലാസ് കീറുന്നു എന്ന് വിചാരിക്കുക. കീറുമ്പോൾ ഫിസിക്കൽ ചേഞ്ച് ആണ് അല്ലേ. കടലാസ് കീറുന്നതിന് മുമ്പ് വെയിങ് മെഷീനിൽ റീഡിംഗ് എടുക്കുന്നു. അതിൻ്റെ മാസ് 10 ഗ്രാം എന്ന് വിചാരിക്കുക. കീറിയതിന് ശേഷം ഈ ചെറിയ കഷ്ണങ്ങൾ ഒന്നുപോലും കളയാതെ വീണ്ടും ചേർത്ത് വെച്ച് റീഡിംഗ് എടുക്കുന്നു. അപ്പോഴും അതിൻ്റെ ആകെ മാസ് 10 ഗ്രാം തന്നെ ആയിരിക്കും. ഇതിൽ നിന്നും ഫിസിക്കൽ ചേഞ്ചിൽ മാസിന് മാറ്റം ഉണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഇനി കെമിക്കൽ ചേഞ്ചിൽ മാസിന് മാറ്റം ഉണ്ടാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, വിനാഗിരിയിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഗ്യാസ് ഉണ്ടാകുന്നു. ഇത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ് അല്ലേ. ഫോർ എക്സാമ്പിൾ, വിനെഗർ പ്ലസ് ബേക്കിംഗ് സോഡ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് അതർ സബ്സ്റ്റൻസ്. ഇവയുടെ മാസ് നമുക്ക് ഒരുപോലെയാണോ എന്ന് നോക്കാം. അതിനായിട്ട് ക്ലീൻ ആയിട്ടുള്ളതും ഡ്രൈ ആയിട്ടുള്ളതുമായ ഫ്ലാസ്ക്, ഒരു മീഡിയം സൈസ്ഡ് ബലൂണ് വെയിങ് ബാലൻസിൽ വെച്ചതിന് ശേഷം റീഡിങ് 0 ആക്കുക. കോണിക്കൽ ഫ്ലാസ്കിൽ 20 ml വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് ഒഴിക്കുക. ഏകദേശം 2 ഗ്രാം ബേക്കിംഗ് സോഡ എടുത്ത് ബലൂണിനുള്ളിൽ ഇടുക. ബേക്കിംഗ് സോഡ നിറച്ച ബലൂണ് കോണിക്കൽ ഫ്ലാസ്കിൻ്റെ അടുത്തായി വെയിങ് ബാലൻസിന് മുകളിൽ തന്നെ വയ്ക്കുക. അതിനുശേഷം റീഡിങ് രേഖപ്പെടുത്തുക. ഇനി ബലൂണിലുള്ള ബേക്കിംഗ് സോഡ വിനാഗിരിയുള്ള കോണിക്കൽ ഫ്ലാസ്കിൽ കെയർഫുള്ളായിട്ട് ഇടുക. ഇനി റീഡിങ് രേഖപ്പെടുത്തുക.
ബേക്കിംഗ് സോഡ വിനാഗിരിയിലേക്ക് ചേർക്കുമ്പോൾ ബ്രിസ്ക് എഫർവസൻസ്, അതായത് ചെറിയ കുമിളകൾ വരുന്നത് കാണാം. ഇനി ഇനിഷ്യൽ റീഡിങ്ങും ഫൈനൽ റീഡിങ്ങും നമ്മൾ നോക്കുമ്പോൾ അത് ചെറിയ വ്യത്യാസം വരുന്നു. കാരണം എന്തായിരിക്കും? വിനാഗിരിയിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്തപ്പോൾ ഉണ്ടായ പദാർത്ഥങ്ങളിൽ ഒന്നായ കാർബൺ ഡൈ ഓക്സൈഡ് വായുവിലേക്ക് കലർന്നുപോയി. അതിനാൽ വെയിങ് ബാലൻസിൽ അതിൻ്റെ മാസ് അളക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഫൈനൽ റീഡിങ്ങിൽ ചെറിയ വ്യത്യാസം വരുന്നു. ഇനി ഈ എക്സ്പെരിമെൻ്റ് ഇതുപോലെ തന്നെ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്ത് നമുക്ക് നോക്കാം. ഡ്രൈ ആയതും ക്ലീൻ ആയതുമായ കോണിക്കൽ ഫ്ലാസ്ക് എടുക്കുന്നു. ബലൂൺ വെയിങ് ബാലൻസിൽ വെച്ച് റീഡിംഗ് 0 ആക്കുക. കോണിക്കൽ ഫ്ലാസ്കിൽ 20 ml വീതം വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിക്കുക. 2 ഗ്രാം ബേക്കിംഗ് സോഡ ബലൂണിൽ ഇടുക. ഇനി ബേക്കിംഗ് സോഡ വിനാഗിരിയിലേക്ക് കലരാതെ ഒരു നൂല് ഉപയോഗിച്ച് ബലൂൺ കോണിക്കൽ ഫ്ലാസ്കിൻ്റെ വായുഭാഗത്ത് ഉറപ്പിച്ചു നിർത്തുക. ഇനി റീഡിങ് നോക്കുക, റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം ബലൂണിനുള്ളിലെ ബേക്കിംഗ് സോഡ വിനാഗിരിയിലേക്ക് കെയർഫുള്ളായി ഇടുക. എന്തു സംഭവിക്കും? ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ നടന്നതുപോലെ ബ്രിസ്ക് എഫ്രോവസൻസ് ഉണ്ടാവുകയും ബലൂൺ വീർക്കുകയും ചെയ്യുന്നു. ഇനി റീഡിംഗ് റെക്കോർഡ് ചെയ്യുക. ഈ എക്സ്പെരിമെൻറ്റിൽ ആദ്യത്തെ റീഡിങ്ങും ഫൈനൽ റീഡിങ്ങും തുല്യമായിരിക്കുന്നതായി കാണാം. കാരണം ഇവിടെ നടന്ന റിയാക്ഷനിൽ ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പുറത്തു പോയിട്ടില്ല, ബലൂണിനുള്ളിൽ നിറഞ്ഞു, അല്ലേ? സോ ഈ എക്സ്പെരിമെൻറ്റിൽ ഇനിഷ്യൽ റീഡിങ്ങും ഫൈനൽ റീഡിങ്ങും തുല്യമാണ്. റിയാക്ഷന് മുമ്പുള്ള വിനാഗിരിയുടെയും ബേക്കിംഗ് സോഡയുടെയും ആകെ മാസ് റിയാക്ഷന് ശേഷം ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മറ്റ് പദാർത്ഥങ്ങളുടെയും ആകെ മാസിന് ഈക്വലാണ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഡ്രൈ ആയതും ക്ലീൻ ആയതുമായ 2 100 ml കോണിക്കൽ ഫ്ലാസ്ക് വെയിങ് ബാലൻസിൽ വയ്ക്കുക. എ എന്നും ബി എന്നും മാർക്ക് ചെയ്യുക. ബാലൻസിലെ റീഡിങ് 0 ആക്കുക. എ എന്ന് മാർക്ക് ചെയ്ത കോണിക്കൽ ഫ്ലാസ്കിൽ 10 ml വീതം സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ ഒഴിക്കുക. ബി എന്ന കോണിക്കൽ ഫ്ലാസ്കിൽ ഏകദേശം 10 ml ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഒഴിക്കുക. 2 കോണിക്കൽ ഫ്ലാസ്കും വെയിങ് ബാലൻസിൽ അനക്കാതെ വെച്ചതിന് ശേഷം റീഡിങ് റെക്കോർഡ് ചെയ്യുക. ഇനി കോണിക്കൽ ഫ്ലാസ്ക് ബിയിലെ സൊല്യൂഷൻ കോണിക്കൽ ഫ്ലാസ്ക് എയിലേക്ക് മാറ്റുക. 2 ലൈനുകളും യോജിപ്പിക്കുക. അതിനുശേഷം വെയിങ് ബാലൻസിൽ വെച്ച് റീഡിങ് റെക്കോർഡ് ചെയ്യുക. സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡ് സൊല്യൂഷനും തമ്മിൽ യോജിക്കുമ്പോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നു. കൂടാതെ സോഡിയം ക്ലോറൈഡും ഉണ്ടാകുന്നു. സോഡിയം സൾഫേറ്റ് പ്ലസ് ബേരിയം ഗീവ്സ് ബേരിയം സൾഫേറ്റ് പ്ലസ് സോഡിയം ക്ലോറൈഡ്. ഇവിടെ നമ്മൾ റീഡിങ് നോക്കുമ്പോൾ ഇനിഷ്യൽ റീഡിങ്ങും ഫൈനൽ റീഡിങ്ങിലും ഡിഫറൻസ് ഒന്നും തന്നെ വരുന്നില്ല. അതായത് റിയാക്റ്റിൻ്റെ മാസും പ്രോഡക്റ്റിൻ്റെ മാസും തുല്യമാണെന്ന് കാണാൻ നമുക്ക് സാധിക്കും. സോ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആകെ മാസിന് മാറ്റമില്ലാതെ തുടരുന്നു എന്ന് നമുക്കിനി ഈ ആക്ടിവിറ്റിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഇന്ധനങ്ങളും കടലാസ് കത്തുമ്പോഴും കെമിക്കൽ റിയാക്ഷനിൽ ഉണ്ടാകുന്ന പ്രധാന ഉൽപ്പന്നങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും അന്തരീക്ഷത്തിൽ കലരുകയാണ് ചെയ്യുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ നഷ്ടപ്പെടാതെ കളക്ട് ചെയ്ത് അവയുടെ മാസ് നോക്കിയാൽ അത്തരം രാസപ്രവർത്തനങ്ങളിലും പദാർത്ഥങ്ങളുടെ ആകെ മാസിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല. അതിനാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ മാറ്റർ പുതുതായി ഉണ്ടാക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഇതിനെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് അറിയപ്പെടുന്നു. That is, matter can neither be created nor be destroyed in a chemical reaction. This is known as law of conservation of mass. 1789 അന്റോണി ലാവോസിയറാണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഇദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്ന് അറിയപ്പെടുന്നു. ലവോസിയർ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഓരോ കെമിക്കൽ റിയാക്ഷനിലും അതിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും തുല്യ അളവിലുള്ള പദാർത്ഥങ്ങൾ നിലനിൽക്കുന്നു എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. സോ ഇന്ന് പഠിച്ച ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.